നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് 2025 ജനുവരി മാസത്തെ മുഴുവൻ കറണ്ട് അഫയേഴ്സും ഒറ്റ വീഡിയോയിലായിട്ട് നമുക്ക് നോക്കിയാലോ. വേറൊരു കാര്യം, നമ്മളെ ചാനലിൽ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് OA, അസിസ്റ്റന്റ് സെയിൽസ്മാൻ തുടങ്ങിയ ലാബ് അറ്റൻഡർ തുടങ്ങിയ എക്സാമുകളൊക്കെ ഉണ്ടല്ലോ, 10th മെയിൻസ്, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സിലബസ് കംപ്ലീഷൻ ചാലഞ്ച് നമ്മുടെ ചാനലിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് കാണേണ്ട ആളുകൾക്ക് ജസ്റ്റ് നമ്മുടെ ചാനൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതുവരെ ചെയ്ത വീഡിയോസ് ഒക്കെ കാണാൻ കഴിയും. ഏകദേശം നമ്മൾ 4-5 വീഡിയോ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറുക, എന്നിട്ട് എന്ത് ചെയ്യുക, ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 10th മെയിൻസ് 2025 എന്ന് പറയുന്ന ഈ ഫസ്റ്റ് കാണുന്ന ഇതുണ്ടല്ലോ, ഇത് ജസ്റ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുവരെ ചെയ്ത വീഡിയോസ് കാണാൻ കഴിയും. ഇനി അങ്ങോട്ട് നമ്മൾ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ എല്ലാ ദിവസവും ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യും, ഡെയിലി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ജസ്റ്റ് നമ്മൾ ചാനലൊന്ന് കയറുക, ചാനലിൽ കയറിയിട്ട് നമ്മൾ 10th മെയിൻസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, എടുത്തു കഴിഞ്ഞാൽ 10th മെയിൻസ് 2025 എന്ന് പറയുന്ന അത് എടുത്തു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ 2025 എന്ന് പറയുന്നത് നമ്മൾ PSCയിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്, 2023 എന്ത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്, അല്ലെങ്കിൽ 2024 എന്ത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്, അല്ലെ? അങ്ങനെ 2025 എന്ത് വർഷമായിട്ടാണ് ആചരിക്കുന്നത് എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓർത്തു വെക്കുക, അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷമാണ് 2025 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായിട്ട് ആചരിക്കുന്നത് 2025 ആണ്. അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് ആചരിക്കുന്നത് 2025 ആണ്. ഹിമാനികളുടെ സംരക്ഷണ വർഷമായിട്ട് ആചരിക്കുന്നത് ഏതാ, 2025 ആണ് എന്ന കാര്യം ഓർത്തുവെക്കുക. ഏതൊക്കെയാ? അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷമാണ്, സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമാണ്, അന്താരാഷ്ട്ര സഹകരണ വർഷമാണ്, അതുപോലെ ഹിമാനികളുടെ സംരക്ഷണ വർഷമായിട്ടും ആചരിക്കുന്നത് ഏതാ, 2025 എന്നുള്ള കാര്യം ഓർത്തുവെക്കുക. അതുപോലെ ഈ 2025 ആദ്യമായിട്ട് വരവേറ്റ സ്ഥലം അല്ലെങ്കിൽ എവിടെയാണ് ആദ്യമായിട്ട് ദൃശ്യമായതെന്നൊക്കെ ചോദിച്ചാൽ മധ്യ പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസ്മസ് ദ്വീപ് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു ദ്വീപാണ് ഇത്, കിരിബാത്തി എന്ന് പറയുന്നത്. ഈ കിരിബാത്തി ദ്വീപിലാണ് എന്ത് ചെയ്ത് പുതുവർഷം ആദ്യം എത്തിയത്, അല്ലെങ്കിൽ 2025 വരവേറ്റത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാ, കിരിബാത്തി ദ്വീപാണ്, അല്ലെങ്കിൽ ക്രിസ്മസ് ദ്വീപ് എന്നൊക്കെ അറിയപ്പെടുന്ന കിരിബാത്തി ദ്വീപിലാണ്. എവിടെയാ? മധ്യ പസഫിക് സമുദ്രത്തിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്, കിരിബാത്തി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഫാക്ടിലേക്ക് പോവാം. 200 വിക്കറ്റ് ഏറ്റവും വേഗത്തിൽ തേക്കുന്ന ഇന്ത്യൻ പേസറാണ് ജസ്പ്രീത് ബുംറ എന്ന് പറയുന്നത് കേട്ടോ. ജസ്പ്രീത് ബുംറയാണ് 200 വിക്കറ്റ് ഏറ്റവും വേഗത്തിൽ തേക്കുന്ന ഇന്ത്യൻ പേസർ ആയിട്ട് മാറിയത്. പേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിൽ പന്തെറിയുന്ന ആള്, അല്ലെങ്കിൽ സ്പീഡ് ബോളർ ആണ്, ഫാസ്റ്റ് ബോളറെയാണ് നമ്മൾ പേസർ എന്ന് പറയുന്നത്. സ്പിൻ ബോളർ വേറെ കേട്ടോ. അപ്പോ 200 വിക്കറ്റ് ഏറ്റവും വേഗത്തിൽ തേക്കുന്ന ഇന്ത്യൻ പേസർ ചോദിച്ചാൽ ജസ്പ്രീത് ബുംറയാണ്. ഇനി സ്പെഡെക്സ് ദൌത്യം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപണം നടന്ന ഡേറ്റ് ചിലപ്പോൾ ചോദിക്കാം. ഏതാ? 2024 ഡിസംബർ 30 കേട്ടോ. സ്പെഡെക്സ് ദൌത്യം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപണം നടന്നതെന്ന 2024 ഡിസംബർ 30. 2024 ഡിസംബർ 30 വിടവാങ്ങിയ 2002 സമാധാന നൊബേൽ ജേതാവും അമേരിക്കയുടെ 39ാമത് പ്രസിഡന്റുമായ വ്യക്തിയാണ് ജിമ്മി കാർട്ടർ. ആരാ? ജിമ്മി കാർട്ടർ ആണ്. ജിമ്മി കാർട്ടർ 2024 ഡിസംബർ 30 വിടവാങ്ങിയ 2002 സമാധാന നൊബേൽ ജേതാവും അമേരിക്കയുടെ 39ാമത് പ്രസിഡന്റുമായ വ്യക്തിയാണ് ആര്? ജിമ്മി കാർട്ടർ. ഓർത്തു വെച്ചു, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത ഉണ്ടാവും. ജിമ്മി കാർട്ടർ എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി 2024 ഡിസംബറിൽ നിര്യാതരായ ആംബുലൻസ് ഓടിക്കാൻ വേണ്ടിയിട്ട് ബാഡ്ജ് നേടിയ സംസ്ഥാനത്തെ ആദ്യത്തെ വനിത ആരാ? സിസ്റ്റർ ഫ്രാൻസിസ് ആട്ടോ. ആരാ? സിസ്റ്റർ ഫ്രാൻസിസ് ആണ്. 2024 ഡിസംബറിൽ നിര്യാതരായ ആംബുലൻസ് ഓടിക്കാൻ വേണ്ടിയിട്ട് ബാഡ്ജ് നേടിയ സംസ്ഥാനത്തെ ആദ്യത്തെ വനിതയാണ് ആര്? സിസ്റ്റർ ഫ്രാൻസിസ് എന്ന് പറയുന്നത്. ഇനി അന്തരിച്ച എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ സ്മരണക്കായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് നൽകുന്ന പേരെന്താന്ന് ചോദിച്ചാൽ MT നിളയാട്ടോ. MT നിളയാണ് അന്തരിച്ച എഴുത്തുകാരൻ. MT വാസുദേവൻ നായരുടെ സ്മരണക്കായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് നൽകുന്ന പേരാണെന്ത്? MT നിള എന്ന് പറയുന്നത്. ഇനി സമഗ്ര സംഭാവനക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ബാഡ്മിന്റൺ പരിശീലകനാണ് S മുരളീധരൻ. ആരാ? S മുരളീധരൻ ആണ്. ഇവിടെ ഓർത്തു വെക്കേണ്ടത്, പിന്നെ S മുരളീധരൻ താഴെ തന്നിരിക്കുന്ന ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കും. ഏതാ? ബാഡ്മിന്റൺ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഏതാ അവാർഡ് ലഭിച്ചത്? സമഗ്ര സംഭാവനക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ബാഡ്മിന്റൺ പരിശീലകനാണ് ആര്? S മുരളീധരൻ. ഇനി യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ CEO ആയിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് ഭുവനേശ്വർ കുമാർ കേട്ടോ. ആരാ? ഭുവനേശ്വർ കുമാർ ആണ്.
പിന്നെ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, നമ്മുടെ ആധാറൊക്കെ നമ്മൾ എന്താ പറയാ, UID എന്നല്ലേ പറയാ അല്ലെ. അപ്പോ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ CEO ആയിട്ട് ചുമതലയേറ്റ വ്യക്തി ചോദിച്ചാൽ ആരാ? ഭുവനേശ്വർ കുമാറാണ്. ഇനി ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് നിർമ്മാണ ചുമതല ലഭിച്ച കമ്പനി ചോദിച്ചാൽ ഏതാ? ഊരാളുങ്കൽ സൊസൈറ്റി ആട്ടോ. ഊരാളുങ്കൽ സൊസൈറ്റി ആണ്. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതി നിർമ്മാണ ചുമതല ലഭിച്ചത് ആർക്കാ? ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. കൺസൾട്ടൻസി ചോദിച്ചാൽ ആരാ? കിഫ്ബി ആട്ടോ. കൺസൾട്ടൻസി ചോദിച്ചാൽ കിഫ്ബി ആണ്. ഇതിനുള്ള ടൗൺഷിപ്പിനുള്ള ഭൂമി ഏറ്റെടുക്കുന്നത് 2005 ദുരന്ത നിവാരണ നിയമപ്രകാരമാണ്. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് വേണ്ടിയിട്ട്, അതിനുവേണ്ടി ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം എന്നുള്ളത് ജസ്റ്റ് ഓർത്ത് നോക്കുക. ഈ പുനരധിവാസ പദ്ധതിക്ക് പിന്നെ നിർമ്മാണ ചുമതല ലഭിച്ചത് ആർക്കാ? ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. ഇനി സമൂഹത്തിലെ വളരെയേറെ വിവേചനം നേരിടുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനെ ചേർത്ത് പിടിക്കുന്ന ദേവിക വാര്യത്തിന്റെ പുസ്തകം ചോദിച്ചാൽ ഏതാ? ഡമരു ആട്ടോ. ഏതാ? ഡമരു ആണ്. സമൂഹത്തില് വളരെയധികം വിവേചനം നേരിടുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനെ ചേർത്ത് പിടിക്കുന്ന ദേവിക വാര്യത്തിന്റെ പുസ്തകം ചോദിച്ചാൽ ഏതാ? ഡമരു ആണ്. അപ്പൊ ഡമരു എന്ന പുസ്തകം ആരുടേതാ? ദേവിക വാര്യത്തിന്റേതാണ്. 2025 മുതൽ 2039 വരെ 2025 മുതൽ 2039 വരെയുള്ള ജനറേഷൻ അറിയപ്പെടുന്നത് ഏത് പേരിലാ? ബീറ്റ എന്ന പേരിലാട്ടോ. ബീറ്റ എന്ന പേരിലാണ്. 2025 മുതൽ 2039 വരെയുള്ള ജനറേഷൻ അറിയപ്പെടുന്ന ഏത് പേരില? ബീറ്റ എന്ന പേരിലാണ്. ഇനി കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ പ്രകാശനത്തിന് ഒരുങ്ങുന്ന കവിതാ സമാഹാരമാണ് മനോരഥം എന്ന് പറയുന്നത്. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ പ്രകാശനത്തിന് ഒരുങ്ങുന്ന കവിതാ സമാഹാരം ചോദിച്ചാൽ ഏതാ? മനോരഥമാണ്. അപ്പൊ മനോരഥം എന്നത് ആരുടെ കവിതാ സമാഹാര? കലാമണ്ഡലം കഥകളി ആചാര്യനായിട്ടുള്ള കലാമണ്ഡലം ഗോപിയുടെ കവിതാ സമാഹാരമാണ് ഇത് മനോരഥം. ഇനി കേരളത്തിൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് D. ഗുഗേഷ്. ഓർത്തു നോക്കുക. കേരളത്തിൽ നേടുന്ന ഏറ്റവും പ്രായ കുറഞ്ഞ താരമാണ് ആര്? D. ഗുഗേഷ്. 18 വയസ്സ് പ്രായമേ ആർക്കുള്ളൂ? ഗുഗേഷിനുള്ളൂ എന്ന കാര്യം ഓർത്തു വെക്കുക. അപ്പോ കേരളത്തിന് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ആര്? D. ഗുഗേഷ് എന്ന കാര്യം ഓർത്തു വെക്കുക. കേരളത്തിന് ആരെ പേരിലാണ് കൊടുക്കുന്ന? കേരളത്തിന് ധ്യാൻചന്ദ് അല്ലെ, മേജർ ധ്യാൻചന്ദിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ് ഇത് ഖേൽരത്ന അല്ലെ. മുൻപ് ആരെ പേരിലായിരുന്നു? രാജീവ് ഗാന്ധി ഖേൽരത്ന എന്നറിയപ്പെട്ട സാധനമാണ് ഇപ്പൊ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന എന്ന പേര് അറിയപ്പെടുന്നത്. എത്രയാ ഇതിന്റെ പ്രൈസ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന്റെ ക്യാഷ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപയാണ് ഖേൽരത്നക്ക് കിട്ടുന്ന അവാർഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി മണ്ണിലെ വിഷാംശം തിന്ന് ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തിയിട്ട് വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിക്കുന്ന സ്ഥാപനമാണ് IIT ബോംബെ എന്ന് പറയുന്നത്. മണ്ണിലെ വിഷാംശം തിന്ന് ജീവിക്കുന്ന ബാക്ടീരിയ കണ്ടെത്തിയിട്ട് വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിക്കുന്ന സ്ഥാപനം ചോദിച്ചാൽ ഏതാ? IIT ബോംബെ ആണ്. ഇനി അർബുദ രോഗബാധയുള്ള കോശങ്ങളെ കണ്ടെത്തിയിട്ട് നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് കുത്തിവെക്കാവുന്ന ഹൈഡ്രോജെൽ വികസിപ്പിച്ച സ്ഥാപനം ചോദിച്ചാൽ ഏതാ? IIT ഗുവാഹത്തി ആണ്. അപ്പൊ 2 IITകൾ പഠിച്ചു. ഒന്ന് മണ്ണിലെ വിഷാംശം തിന്ന് ജീവിക്കുന്ന ബാക്ടീരിയ കണ്ടെത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക? വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിച്ചത് ആരാ? അത് IIT ബോംബെ ആണ്. ഇനി അർബുദ രോഗബാധയുള്ള കോശങ്ങളെ കണ്ടെത്തിയിട്ട് നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് കുത്തിവെക്കാവുന്ന ഹൈഡ്രോജെൽ വികസിപ്പിച്ചതാരാ? IIT ഗുവാഹത്തി ആണ്. ഇനി അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരമാണ് ആര്? സാജൻ പ്രകാശ് കേട്ടോ. അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരം ചോദിച്ചാൽ ആരാ? സാജൻ പ്രകാശ് ആണ്. ഈ അർജുന അവാർഡിന് ലഭിക്കുന്ന പ്രൈസ് മണി എത്രയാ? 15 ലക്ഷം രൂപ കേട്ടോ. 15 ലക്ഷം രൂപയാണ് അർജുന അവാർഡിന് കിട്ടുന്ന തുക എന്ന് പറയുന്നത്. ഇനി 2024 ഡിസംബറിൽ നോറോ വൈറസ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാ? അമേരിക്ക കേട്ടോ. അമേരിക്കയാണ് 2024 ഡിസംബർ മാസത്തിൽ നോറോ വൈറസ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ചോദിച്ചാൽ ഏതാ? അമേരിക്കയാണ്. ഇനി അടുത്തിടെ ജൽജീവൻ മിഷന് കീഴിൽ ഹർ ഘർ ജൽ പദ്ധതി 100% പൂർത്തിയാക്കിയ സംസ്ഥാനമാണ് പഞ്ചാബ്. അടുത്തിടെ ജൽജീവൻ മിഷന് കീഴിൽ ഹർ ഘർ ജൽ പദ്ധതി 100% വിനിയോഗിച്ച അല്ലെങ്കിൽ പൂർത്തിയാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? പഞ്ചാബാണ്. ഇനി ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളിൽ ഒന്നാമതെത്തിയ നഗരമാണ് ലാഹോർ. ലോകത്തെ ഏറ്റവും മലിനമായ നഗരങ്ങളിൽ ഒന്നാമതെത്തിയ നഗരം ചോദിച്ചാൽ ഏതാ? ലാഹോർ ആണ്. ഇനി ഭാഷാ തടസ്സങ്ങൾ പരിഹരിക്കാനായിട്ട് SWAR എന്ന പ്ലാറ്റ്ഫോം
ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ എവിടെയാ? ഗുജറാത്തിലാട്ടോ. എവിടെയാ? ഗുജറാത്തിലാണ് ഭാഷാ തടസ്സങ്ങൾ പരിഹരിക്കാനായിട്ട് സ്വാർ എന്ന പ്ലാറ്റ്ഫോം ഏത് സംസ്ഥാനത്ത് ആരംഭിച്ചത്? ഗുജറാത്തിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കടൽ ഗ്ലാസ് ബ്രിഡ്ജ്, കടൽ പാലം, ഗ്ലാസ് പാലം എവിടെയാ നിലവിൽ വന്നത്? കന്യാകുമാരിയിലാണ്. എവിടെയാ? കന്യാകുമാരിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കടൽ ഗ്ലാസ് പാലം നിലവിൽ വന്നത് എവിടെയാ? കന്യാകുമാരിയിലാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ അവതരിപ്പിച്ച കമ്പനി ചോദിക്കാം, ഏതാ? എയർ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിമാനങ്ങളിൽ സൗജന്യമായിട്ട് വൈഫൈ അവതരിപ്പിച്ചതാരാ? എയർ ഇന്ത്യ ആണ്. 2025 ജനുവരിയിൽ ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട വൈറസ് രോഗമാണ് ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ്. 2025 ജനുവരിയിൽ ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട വൈറസ് രോഗം എവിടെയാ? ചൈനയിൽ. ഏതാ രോഗം? ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസി. ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസി. ഇനി മണ്ണിലെ വിഷാംശം തിന്ന് ജീവിക്കുന്ന ബാക്ടീരിയ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ കണ്ടെത്തി നമ്മൾ പറഞ്ഞു ആരായിരുന്നു? IIT ബോംബെ ആണ്. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ പുറത്താകാതെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാ? കരുൺ നായരാട്ടോ. ആരാ? കരുൺ നായരാണ്. ലിസ്റ്റ് എ ക്രിക്കറ്റില് പുറത്താകാതെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയതാരാ? കരുൺ നായരാണ്. ഇനി ചന്ദൂബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാ? ആസാം കേട്ടോ. ചന്ദൂബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാ? ആസാം ആണ്. ഇനി ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായിട്ട് നടത്തുന്ന നാവിക അഭ്യാസമാണ് വരുണ എന്ന കാര്യം ഓർത്തുവെക്കുക. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായിട്ട് നടത്തുന്ന നാവികാഭ്യാസമാണ്. നാവികാഭ്യാസം എന്ന് പറഞ്ഞാൽ എവിടെയാ? കടലിലായിരിക്കും അല്ലെ? കടലിലാണെങ്കിൽ ഏതാ? വരുണയാണ്. അതുപോലെ കരയിലാണെങ്കിൽ ഏതാ? ഇന്ത്യയും ഫ്രാൻസും കരയിൽ നടത്തുന്ന ഒരു മിലിറ്ററി ഉണ്ടല്ലോ, അത് ഏതാ? അത് ശക്തി എന്ന പേര് കേട്ടോ. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നടത്തുന്ന നാവിക അഭ്യാസമാണെങ്കിൽ ഏതാ? വരുണയാണ്. ഇനി ഇന്ത്യയും ഫ്രാൻസും വ്യോമമാണെങ്കിൽ ഏതാ? വ്യോമ അഭ്യാസമാണെങ്കിൽ അത് ഗരുഡയാട്ടോ. ഗരുഡയാണ്. ഇനി കരയിലാണെങ്കിൽ ഏതാ? ശക്തിയാണ്. അപ്പൊ 3 പഠിച്ചു നോക്കുക: ശക്തി, വരുണ, ഗരുഡ. അപ്പൊ ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായിട്ട് നടത്തുന്ന നാവിക അഭ്യാസങ്ങളാണ് ഇത് 3 കേട്ടോ. പഠിച്ചു നോക്കുക. കരയിലാണെങ്കിൽ ശക്തി, കടലിലാണെങ്കിൽ വരുണ, വായുവിലാണെങ്കിൽ ഏതാ? ഗരുഡ. ഇനി 2025 ജനുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആണ് ജോർജ് കുംഭനാട്. ആരാ? ജോർജ് കുംഭനാട്. ജോർജ് കുംഭനാട് 2025 ജനുവരിയിൽ വിടവാങ്ങിയ പ്രശസ്തനായ മലയാളിയായ കാർട്ടൂണിസ്റ്റ് ആണ് ആര്? ജോർജ് കുംഭനാട് എന്ന കാര്യം ഓർത്തുവെക്കാം. ഇനി US പ്രതിനിധി സഭാ സ്പീക്കറായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മൈക്ക് ജോൺസൺ ആണ്. ആരാ? മൈക്ക് ജോൺസൺ ആണ്. US ജനപ്രതിനിധി സഭാ സ്പീക്കറായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതാരാ? മൈക്ക് ജോൺസൺ ആണ്. ഇനി ബഹിരാകാശത്ത് ഇന്ത്യൻ വിത്ത് പരീക്ഷണം വിജയിച്ചു. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ വൻപയർ വിത്ത് മുളപ്പിച്ച പേടകമാണ് പോയം 4. ഏതാ? പോയം 4. ബഹിരാകാശത്ത് ഇന്ത്യൻ വിത്ത് പരീക്ഷണം, വിത്ത് പരീക്ഷണം വിജയിച്ചു. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച വൻപയർ ആണ് എന്ത് ചെയ്യുന്നത്? മുളച്ച പേടകം ചോദിച്ചാൽ ഏതാ? പോയം 4 ആണ്. 2025 ജനുവരിയിൽ വിടവാങ്ങിയ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ആർ ചിദംബരം. ഡോക്ടർ ആർ ചിദംബരമാണ് 2025 ജനുവരിയിൽ വിടവാങ്ങിയ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ആരാ? ഡോക്ടർ ആർ ചിദംബരമാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ HMPV കേസ് സ്ഥിരീകരിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ HMPV കേസ് സ്ഥിരീകരിച്ചത് എവിടെയാണ്? എന്താ HMPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ ചൈനയിൽ പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്, അത് തന്നെയാണ്. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് എവിടെയാ വന്നത്? ബാംഗ്ലൂരാണെന്ന കാര്യം ഓർത്തു. HMPV എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് ആണ്. ഇനി റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. റിപ്പബ്ലിക് ദിനത്തിൽ ജനുവരി 26 ഇനി മുതൽ എന്താണ്? സ്കൂളുകളിൽ പ്രവൃത്തി ദിനമായിട്ട് ആക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഇത്? മഹാരാഷ്ട്ര. ഇനി ഹോളണ്ടിൽ നടന്ന ഗ്രോണിഞ്ചൻ ചെസ് ഫെസ്റ്റിവൽ ഓപ്പൺ വിഭാഗത്തിൽ ചാമ്പ്യനായ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആണ് SL നാരായണൻ. ആരാ? SL നാരായണൻ. ഹോളണ്ടിൽ നടന്ന ഗ്രോണിഞ്ചൻ ചെസ് ഫെസ്റ്റിവൽ ഓപ്പൺ വിഭാഗം ചാമ്പ്യനായ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരാ? SL നാരായണൻ ആണ്. ടോഡ എന്ന നീലഗിരി ഗോത്രവർഗം ആഘോഷിക്കുന്ന മൊഡോർത്ത് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ ഉദഗമണ്ഡലം എവിടെയാ? ഊട്ടിയിൽ തന്നെ അല്ലെ? ഉദഗമണ്ഡലത്താണ് ടോഡ എന്ന നീലഗിരി ഗോത്രവർഗം ആഘോഷിക്കുന്ന മൊഡോർത്ത് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാ? ഉദഗമണ്ഡലത്താണ്. 2025 നടന്ന ക്രിക്കറ്റ് മത്സരമായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ജേതാക്കളായ രാജ്യം ഏതാ? ഓസ്ട്രേലിയ ആണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന
മത്സരമാണ് ഇത് ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന് പറയുന്നത്. അതിൽ ഈ വർഷം 2025 നടന്ന മത്സരത്തിൽ ആരാ ചാമ്പ്യന്മാരായത്? ഓസ്ട്രേലിയ ആണ്. 2025 അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സിയാണ്. 2025 അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരമാണ് ആര്? ലയണൽ മെസ്സി. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ജനറേഷൻ ബീറ്റ കുഞ്ഞ്, അതായത് ഫാങ്കി സഡങ് ജനിച്ചത് എവിടെയാന്ന് വെച്ചാൽ മിസോറാം ഐസ്വാളിലാട്ടോ. മിസോറാമിലെ ഐസ്വാളിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജനറേഷൻ ബീറ്റ കുഞ്ഞ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ 2025 2039 ഇടയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? അവരുടെ ജനറേഷൻ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ബീറ്റ എന്ന പേരിൽ അല്ലെ. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനിച്ച കുഞ്ഞാണ് ആര്? മിസോറാമിലെ ഐസ്വാളിൽ ജനിച്ച ഫ്രാങ്കി സഡങ് ഓർത്തു വെച്ചോ. ഇനി 2024-25 ഇന്ത്യയുടെ GDP വളർച്ച എത്രയാ? 6.4% കേട്ടോ. 6.4% ആണ് 2024-25 വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ച എന്ന് പറയുന്നത്. ഇനി 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം നേടിയ ജില്ല ചോദിച്ചാൽ ഏതാ? തൃശ്ശൂരാണ്. എവിടെ വെച്ചായിരുന്നു ഒരു 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത്? അത് തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത്. അതിൽ ചാമ്പ്യന്മാരായത്, കിരീടം നേടിയതൊക്കെ ചോദിച്ചാൽ ആരാ? തൃശ്ശൂരാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോക്കോ ടീമിനായി 3 വർഷത്തെ സ്പോൺസർഷിപ്പ് കരാറ് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഒഡീഷ. ഇന്ത്യൻ നാഷണൽ കൊക്കോ ടീമിനായിട്ട് 3 വർഷത്തെ സ്പോൺസർഷിപ്പ് കരാറ് പ്രഖ്യാപിച്ച സംസ്ഥാനം. ഇനി 74ാമത് ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദി എവിടെയാ? ഭാവ്നഗർ. എവിടെയാ? ഗുജറാത്തിലെ ഭാവ്നഗറിലാണ് 74ാമത് ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. എവിടെയാ? ഭാവ്നഗർ, ഗുജറാത്തിലാണ്. 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചാൽ ആരാ? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ആർക്കാ? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2025 ഹരിവരാസന പുരസ്കാരം. 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചതാർക്ക? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ഇനി ISROയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനാകാൻ പോകുന്നതാരാ? വി നാരായണൻ കേട്ടോ. വി നാരായണനാണ്. ഇനി ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യന്മാരായത് ആരാ? കേരളമാണ് കേട്ടോ. കേരളമാണ് ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ ചാമ്പ്യന്മാരായതാര നമ്മളാണ്. ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഡീപ്പ് ഫേക്ക് വീഡിയോകളും ഓഡിയോകളും കണ്ടെത്തുന്ന ഡീപ്പ് ഫേക്ക് ഡിറ്റക്ടർ ഓർത്തു വെക്കുക. ഡീപ്പ് ഫേക്ക് ഡിറ്റക്ടർ പുറത്തിറക്കിയ സൈബർ സെക്യൂരിറ്റി കമ്പനിയാണ് മക്കാഫി കേട്ടോ. ഏതാ? മക്കാഫിയാണ്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഡീപ്പ് ഫേക്ക് വീഡിയോകളും ഓഡിയോകളും കണ്ടെത്തുന്ന ഡീപ്പ് ഫേക്ക് ഡിറ്റക്ടർ പുറത്തിറക്കിയ സൈബർ സെക്യൂരിറ്റി കമ്പനി ചോദിച്ചാൽ ഏതാ? മക്കാഫി എന്ന കാര്യം ഓർത്തു വെക്കാം. ഇനി പുതുതായിട്ട് രൂപവൽക്കരിക്കുന്ന തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ ബി അശോക് ആട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോ, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ബി അശോക് ഓർത്തു വെക്കണേ. പുതുതായിട്ട് രൂപീകരിക്കുന്ന തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ നമ്മുടെ വാർഡ് വിഭജനമൊക്കെ നടക്കാൻ പോവുകയാണ്. അതുപോലെ പുതുതായിട്ട് പഞ്ചായത്ത് വേണമെങ്കിൽ പുതുതായിട്ട് പഞ്ചായത്ത് രൂപീകരിക്കാനും പോവാണ്. അപ്പൊ അതുപോലത്തെ പരിഷ്കരണ കമ്മീഷൻ, തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിഷ്കരണ കമ്മീഷനെ നിർദ്ദേശിക്കുമ്പോൾ അതിന്റെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ ബി അശോക് എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ബഹദൂർ സിംഗ് സാഖു കേട്ടോ. ബഹദൂർ സിംഗ് സാഖു ആണ്. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാരാ? ബഹദൂർ സിംഗ് സാഖു ആണ്. ഇനി ഓസ്കാർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചിത്രമായിരുന്നു ആട് ചിത്രം. ഇത് പഠിക്കേണ്ടത് എന്ത് ചെയ്തു? പിന്നെ പ്രാഥമിക ചിത്രം ഫൈനലായപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്തായി പോയിട്ടുണ്ട്. ഇനി അടുത്തിടെ വിവാഹപ്രായം 21 നിന്ന് 18 കുറച്ച രാജ്യം ഏതാ? UAE ആട്ടോ. അടുത്തിടെ വിവാഹപ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കി കുറച്ച രാജ്യം ഏതാ? പിന്നെ ദുബായ് അല്ലെങ്കിൽ UAE ആണ്. ഇനി അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അത്ലറ്റിക് കമ്മീഷന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാരാ? അഞ്ജു ബോബി ജോർജ് കേട്ടോ. അഞ്ജു ബോബി ജോർജ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാര? അഞ്ജു ബോബി ജോർജ് ആണ്. ഇനി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരത്തിന് അർഹനായ സിനിമാ നടനാണ് ജഗതി ശ്രീകുമാർ. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരത്തിന് അർഹനായതാര? ജഗതി ശ്രീകുമാർ ആണ്. ഇനി വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 2025 17ാമത് ബഷീർ അവാർഡ് ലഭിച്ചത്
പി എൻ ഗോപികൃഷ്ണൻ കേട്ടോ. ആർക്കാ? പി എൻ ഗോപികൃഷ്ണനാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 2025 17ാമത് ബഷീർ അവാർഡ് ലഭിച്ചത് ആർക്കാ? പി എൻ ഗോപികൃഷ്ണനാണ്. 2025 ആഗോള ജാവലിൻ മത്സരത്തിന് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ. 2025 ആഗോള ജാവലിൻ മത്സരത്തിന് വേദിയാകുന്ന രാജ്യം ചോദിച്ചാൽ ഏതാ? ഇന്ത്യയാണ്. ഇനി 2025 ജനുവരിയിൽ അമേരിക്കയിൽ കാട്ടുതീ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ്, അമേരിക്കയിലെ സംസ്ഥാനമാണ് ഇത്? കാലിഫോർണിയ എന്ന കാര്യം ഓർത്തു നോക്കുക. 2025 ജനുവരി മാസത്തില് അമേരിക്കയിൽ കാട്ടുതീ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഇത്? കാലിഫോർണിയ. ഇനി ലബനന്റെ പ്രസിഡന്റായിട്ട് പാർലമെന്റ് തെരഞ്ഞെടുത്ത കരസേനാ മേധാവിയാണ് ജോസഫ് ഔൻ. ജോസഫ് ഔനാണ്. ഇനി അമേരിക്കൻ മാഗസിൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് 2024 മികച്ച ജാവലിൻ ത്രോ താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് നീരജ് ചോപ്രയാണ്. അമേരിക്കൻ മാഗസിൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് 2024 മികച്ച ജാവലിൻ ത്രോ താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്യ? നീരജ് ചോപ്രയാണ്. 2025 ജനുവരി പ്രകാരം ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം PC ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഏതാ? 85. ഇന്ത്യയുടെ പാസ്പോർട്ട് റാങ്ക് എത്രയാ? 85 2025 ജനുവരി പ്രകാരം 2025 ജനുവരി പ്രകാരം ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 85. ഇനി പ്രിയദർശിനി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായതാര? എം ലീലാവതിയാണ്. ഇതൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല ഇതുവരെ. ഇനി 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് ജഗതി ശ്രീകുമാർ ആണ്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരമാർക്ക് ജഗതി ശ്രീകുമാറിനാണ്. ഇനി ദേശീയ തലത്തിൽ ജനിതക ഡാറ്റാബേസ് തയ്യാറാക്കുന്ന പദ്ധതിയാണ് ജീനോം പദ്ധതി എന്നറിയപ്പെടുന്നത്. ദേശീയ തലത്തിൽ ജനിതക ഡാറ്റാബേസ് തയ്യാറാക്കുന്ന പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നത്? ജീനോം പദ്ധതി എന്ന പേരിലാണ്. ഇനി 2025 ജനുവരിയിൽ ഇന്ത്യ സന്ദർശിക്കുന്ന സിംഗപ്പൂർ പ്രസിഡന്റാണ് തർമാൻ ഷൺമുഖ രത്നം. തർമാൻ ഷൺമുഖ രത്നമാണ്. 2025 ജനുവരിയിൽ ഇന്ത്യ സന്ദർശിക്കുന്ന സിംഗപ്പൂർ പ്രസിഡന്റാണ് ആര്? തർമാൻ ഷൺമുഖ രത്നം. ഇനി രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്തിയിട്ട് റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം വികസിപ്പിച്ചെടുത്ത IIT ആണ് IIT ഗുവാഹത്തി. IIT ഗുവാഹത്തിയാണ് രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം, രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം വികസിപ്പിച്ചെടുത്ത IIT സ്ഥാപനം ചോദിച്ചാൽ ഏതാ? IIT ഗുവാഹത്തിയാണ്. ഇനി 2025 പ്രഥമ കൊക്കോ ലോകകപ്പിന് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. 2025 പ്രഥമ കൊക്കോ ലോകകപ്പ് വേൾഡ് കപ്പിന് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. ഇതിൽ ചാമ്പ്യന്മാരായ രാജ്യം ഏതായിരുന്നു? ഇന്ത്യ തന്നെയാട്ടോ. ഇതില് ചാമ്പ്യന്മാരായത് ഇന്ത്യ തന്നെയാണ്. ഇനി സ്കൂൾ കുട്ടികളുടെ ഹാജറും പരീക്ഷയിലെ മാർക്കും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ രക്ഷിതാക്കളുടെ വിരൽത്തുമ്പിൽ എത്തിക്കുന്നതിനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ആപ്പാണ് സമ്പൂർണ്ണ പ്ലസ്. സ്കൂൾ കുട്ടികളുടെ ഹാജറും പരീക്ഷയിലെ മാർക്കും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ രക്ഷിതാക്കളുടെ വിരൽത്തുമ്പിൽ എത്തിക്കുന്നതിനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ആപ്പ് ചോദിച്ചാൽ ഏതാ? സമ്പൂർണ്ണ പ്ലസ് ആണ്. 2025 ജനുവരിയിൽ കിഴക്കൻ ഇന്തോനേഷ്യയിൽ സ്ഫോടനം ഉണ്ടായ സജീവ അഗ്നിപർവ്വതമാണ് ഇബു എന്ന് പറയുന്നത്. സജീവ അഗ്നിപർവ്വതമാണ് ഇത് ഇബു എന്ന് പറയുന്നത്. 2025 ജനുവരിയിൽ കിഴക്കൻ ഇന്തോനേഷ്യയിൽ സ്ഫോടനം ഉണ്ടായ സജീവ അഗ്നിപർവ്വതമാണ് ഇത് ഇബു. ഇനി 2025 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയായിട്ട് എത്തുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ് പ്രബോവോ സുബിയാന്തോ. അപ്പൊ 2025 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ചോദിക്കാം. ആരാ? പ്രബോവോ സുബിയാന്തോയാണ്. ആരാ? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണെന്നുള്ള കാര്യം ഓർത്തു നോക്കാം. ഇനി പുതിയ BCCI സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ആരാ? ദേവജിത്ത് സൈക്കിയ. ആരാ? ദേവജിത്ത് സൈക്കിയാണ് പുതിയ BCCI സെക്രട്ടറി. അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡാണ് BCCI എന്നറിയപ്പെടുന്നത്. അതിന്റെ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ആരാ? ദേവജിത്ത് സൈക്കിയ കേട്ടോ. ദേവജിത്ത് സൈക്കിയാണ്. ഓർത്തു വെക്കുക. ഇനി സ്വാമി വിവേകാനന്ദ ജന്മവാർഷികത്തിൽ ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ചിട്ട് വികസിത ഭാരതത്തിനായിട്ടുള്ള യുവ നേതാക്കളുടെ സമ്മേളനം നടക്കുന്നത് എവിടെയാ? ന്യൂഡൽഹിയിലാണ്. സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തില് ദേശീയ യുവദിനത്തോടനുബന്ധിച്ചിട്ട് വികസിത ഭാരതത്തിനായിട്ടുള്ള യുവ നേതാക്കളുടെ സമ്മേളനം നടക്കുന്നത് എവിടെയാ? ന്യൂഡൽഹിയാണ്. ഇനി US പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡന്റിന്റെ വിശിഷ്ട ഫ്രീഡം മെഡൽ ലഭിച്ച മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. US പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള പ്രസിഡന്റിന്റെ വിശിഷ്ട ഫ്രീഡം മെഡൽ ലഭിച്ച മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇനി വിക്ഷേപിക്കാൻ തയ്യാറായിരിക്കുന്ന ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിന്റെ ഭീമൻ റോക്കറ്റ് ആണ് ന്യൂ ഗ്ലെൻ. ഏതാ? ന്യൂ ഗ്ലെൻ ആണ്.
വിക്ഷേപിക്കാൻ തയ്യാറായിരിക്കുന്ന ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ ഭീമൻ റോക്കറ്റ് ആണ് ഇത്, ന്യൂഗ്ലൻ എന്ന് ഓർത്തുവെക്കുക. ഇനി തിങ്കളാഴ്ച രാത്രി എത്തുന്ന 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാനാവുന്ന അപൂർവ വാൽനക്ഷത്രമാണ് കോമറ്റ് G3 കേട്ടോ. ഏതാ? കോമറ്റ് G3 ആണ്. എന്താ പറഞ്ഞ 1,60,000 വർഷത്തിലൊരിക്കൽ 1,60,000 വർഷത്തിലൊരിക്കൽ എത്തുന്ന മാത്രം കാണാൻ കഴിയുന്ന അപൂർവ വാൽനക്ഷത്രമാണ് ഇത്, കോമറ്റ് G3 കേട്ടോ. കോമറ്റ് G3 ആണ്. ഇനി പ്രഥമ കോക്കോ പുരുഷ ലോകകപ്പിലെ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി ചോദിച്ചാൽ ബി നിഖിൽ കേട്ടോ. ആരാ? ബി നിഖിൽ ആണ്. നമ്മൾ പറഞ്ഞു ഡൽഹിയിൽ വെച്ചായിരുന്നു പ്രഥമ കോക്കോ ലോകകപ്പ് നടക്കുന്നത്. അതിൽ ചാമ്പ്യന്മാരായത് ഇന്ത്യയാണ്. അതിൽ ഉൾപ്പെട്ട മലയാളിയാണ് ആര്? ബി നിഖിൽ. ഇനി കാലിഫോർണിയയിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് വിമാനങ്ങളിലും ഹെലികോപ്റ്ററുകളിലുമായിട്ട് തിളക്കുന്ന മിശ്രിതം ചോദിച്ചാൽ ഫോസ് ചെക്ക് മിശ്രിതമാണ്. ഫോസ് ചെക്ക് മിശ്രിതമാണ്. കാലിഫോർണിയയിൽ നമ്മൾ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ, കുറെ ദിവസം നമ്മളെ ഹോളിവുഡ് ഒക്കെ കത്തി നശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ കാലിഫോർണിയയിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടിയിട്ട് വിമാനങ്ങളിലും ഹെലികോപ്റ്ററിലുമായിട്ട് തളിക്കുന്ന മിശ്രിതം ചോദിച്ചാൽ ഏതാ? ഫോസ് ചെക്ക് മിശ്രിതമാട്ടെ. ഏതാ? ഫോസ് ചെക്ക് മിശ്രിതമാണ്. 2023 മികച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി കരസ്ഥമാക്കിയ പോലീസ് സ്റ്റേഷനാണ് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആട്ടോ. ഏതാ? തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ് 2023 മികച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പോലീസ് സ്റ്റേഷനാണ് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. അവർക്കാണ് എന്ത് ചെയ്തത്? മുഖ്യമന്ത്രിയുടെ ട്രോഫി ലഭിച്ചത്. ഇനി കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഇന്ദിരാഭവൻ ഉദ്ഘാടനം ചെയ്യുന്നതാരാ? സോണിയ ഗാന്ധിയാണ്. അപ്പൊ INCയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരം ചോദിച്ചാൽ ഏതാ? ഇന്ദിരാഭവൻ ആണ്. ആരാ ഉദ്ഘാടനം ചെയ്തത്? സോണിയ ഗാന്ധിയാണ്. ഇനി ദേശീയ മഞ്ഞൾ ബോർഡ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാന്ന് ചോദിച്ചാൽ തെലങ്കാനയിലെ നിസാമാബാദ് കേട്ടോ. നിസാമാബാദ് എവിടെയാ? തെലങ്കാനയിലാണ്. എന്താ ആരംഭിച്ചത്? ദേശീയ മഞ്ഞൾ ബോർഡ് അല്ലെ. ദേശീയ മഞ്ഞൾ ബോർഡ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാ? തെലങ്കാനയിലാണ്. ഇനി 80 രാജ്യങ്ങളിലായിട്ട് പുറത്തിറങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ഹോപ്പ് എന്ന് പറയുന്നത്. ഏതാ? ഹോപ്പാണ്. എത്ര രാജ്യങ്ങളില? 80 രാജ്യങ്ങളിലായിട്ട് പുറത്തിറങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരാണ് എന്ത്? ഹോപ്പ്. ഇനി ലോകത്തെ ഏറ്റവും വലിയ മിസൈൽ വേദ കപ്പൽ ചോദിച്ചാൽ ഏതാ? INS സൂറത്ത് ആട്ടോ. ഏതാ? INS സൂറത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ മിസൈൽ വേദ കപ്പൽ ചോദിച്ചാൽ ഏതാ? INS സൂറത്താണ്. ഇനി ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ചതിന്റെ ലോക റെക്കോർഡ് സ്വന്തമാക്കിയ താരം ചോദിച്ചാൽ ആരാ? നോവാക് ജോക്കോവിച്ച് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ 430 മത്സരങ്ങൾ കളിച്ചതിനുള്ള ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ടെന്നീസ് താരമാണ് ആര്? നോവാക് ജോക്കോവിച്ച്. ഇനി ധീരതക്കും വിശിഷ്ട സേവനത്തിനും ഇന്ത്യൻ സൈന്യം നൽകുന്ന കമാൻഡേഷൻ കാർഡ് പുരസ്കാരം നേടിയ മലയാളിയായ ലഫ്റ്റനന്റ് കേണലാണ് പി സുമേഷ് കുമാർ. പി സുമേഷ് കുമാർ ധീരതക്കും വിശിഷ്ട സേവനത്തിനും ഇന്ത്യൻ സൈന്യം നൽകുന്ന കമാൻഡേഷൻ കാർഡ് പുരസ്കാരം നേടിയ മലയാളിയാണ് ആര്? ലഫ്റ്റനന്റ് കേണൽ പി സുമേഷ് കുമാർ. ഇനി അതിദരിദ്രരില്ലാതെയും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് സമന്വയ. ഏതാ? സമന്വയ. അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിക്കുന്ന പദ്ധതി ചോദിച്ചാൽ ഏതാ? സമന്വയാണ്. ഇനി ബേഡകം എന്ന കാർഷിക ഇനം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബേഡകം എന്ന കാർഷിക ഇനം ബേഡകം എന്ന കാർഷിക ഇനം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഏതാ? തെങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ വിമാന കമ്പനിയായ എയർ കേരളയെ പ്രവർത്തന കേന്ദ്രമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച സ്ഥലമാണ് കൊച്ചി എന്ന് പറഞ്ഞു കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ വിമാന കമ്പനിയാണ് ഇത് എയർ കേരള കേട്ടോ. ഏതാ? എയർ കേരളയാണ്. അതിന്റെ പ്രവർത്തന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ച സ്ഥലമാണ് ഇത് കൊച്ചിയാണ്. ഇനി ഓട്ടോമൊബൈൽ വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ട് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 വേദിയാകുന്നത് എവിടെയാ? ന്യൂഡൽഹിയിലാണ്. 2025 ഓട്ടോമൊബൈൽ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 വേദിയാകുന്നത് എവിടെയാ? ന്യൂഡൽഹിയാണ്. ഇനി സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? തമിഴ്നാട് കേട്ടോ. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? തമിഴ്നാടാണ്. ഈ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാ? 9ാമത് കേട്ടോ. ഏതാ? കേരളത്തിന്റെ സ്ഥാനം 9ാമതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? തമിഴ്നാട്. കേരളത്തിന്റെ സ്ഥാനം എത്രയാ? 9ാമതാണ്. ഇനി 9ാമത്തെ വയസ്സിൽ അന്താരാഷ്ട്ര സംഘടനയായിട്ടുള്ള ഫിഡയുടെ വനിതാ കാൻഡിഡേറ്റ് മാസ്റ്റർ പദവി നേടിയ മലയാളി താരമാണ്
ദിവി ബിജേഷ്. 9ാമത്തെ വയസ്സിൽ അന്താരാഷ്ട്ര സംഘടനയായ ഫിഡെ എന്ന് പറയുന്നത് എന്താ? ഫിഡെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്സില്ലേ, ചെസ്സിന്റെ അന്താരാഷ്ട്ര സംഘടനയാണ് ഇത് ഫിഡെ എന്ന് പറയുന്നത്. അതിൽ വനിതാ കാൻഡിഡേറ്റ് മാസ്റ്റർ പദവി നേടിയ മലയാളി താരം ചോദിച്ചാൽ ആരാ? ദിവി ബിജേഷ് ആണ്. ഇനി സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാന്ന് ചോദിച്ചാൽ കെ ജയകുമാർ. സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാ? കെ ജയകുമാർ ആണ്. കേന്ദ്ര ടെലികോം വകുപ്പ് പുറത്തിറക്കിയ തട്ടിപ്പ് കോളുകൾ റിപ്പോർട്ട് ചെയ്യാനും നഷ്ടപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് സഞ്ചാർ സാത്തി ആപ്പ്. ഏതാ? സഞ്ചാർ സാത്തി ആപ്പാണ്. കേന്ദ്ര ടെലികോം വകുപ്പ് പുറത്തിറക്കിയ തട്ടിപ്പ് കോളുകൾ റിപ്പോർട്ട് ചെയ്യാനും നഷ്ടപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനുമുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇത് സഞ്ചാർ സാത്തി ആപ്പ് എന്ന് പറയുന്നത്. ഇനി 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയതാരാ? കെ അരവിന്ദാക്ഷനാണ് കേട്ടോ. കെ അരവിന്ദാക്ഷനാണ് 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയതാരാ? കെ അരവിന്ദാക്ഷനാണ്. തുടർച്ചയായ 3ാം വർഷം ജനസംഖ്യയിൽ കുത്തിനെ ഇടിവ് രേഖപ്പെടുത്തിയ രാജ്യമാണ് ചൈന. ഓർത്തുക, തുടർച്ചയായ 3ാം വർഷവും ജനസംഖ്യയിൽ കുത്തിനെ ഇടിവ് രേഖപ്പെടുത്തിയ രാജ്യമാണ് ഇത് ചൈന എന്ന് പറയുന്നത്. ഇനി അടുത്തിടെ സംസ്ഥാന കായികമേളയിൽ ഉൾപ്പെടുത്താനായിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചത്, അതായത് വരാൻ പോകുന്ന അടുത്ത വർഷമുള്ള കായികമേളയിൽ ഒരു ഐറ്റം കൂടി ആടിയാണ്. ഏത് ഐറ്റം? കളരിപ്പയറ്റ്. ആരാ പ്രഖ്യാപിച്ചത്? മന്ത്രി ശിവൻകുട്ടിയാണ് പ്രഖ്യാപിച്ചത്. അടുത്ത സംസ്ഥാന കായികമേള എന്തുണ്ടാവും? കളരിപ്പയറ്റ് കൂടി ഉണ്ടാകുമെന്ന്. ഇനി സഹകരണ മേഖലയിൽ നേരിട്ടുള്ള വ്യാപാരത്തിന് ആരംഭിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് അങ്ങാടി കേരള ആപ്പ്. ഏതാ? അങ്ങാടി കേരള ആപ്പ്. സഹകരണ മേഖലയിൽ നേരിട്ടുള്ള വ്യാപാരത്തിന് ആരംഭിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ചോദിച്ചാൽ ഏതാ? അങ്ങാടി കേരള ആപ്പാണ്. ഇനി അവസാനമായിട്ട് ബ്രിക്സ് പങ്കാളി രാഷ്ട്രമായിട്ട് കൂട്ടായ്മയിൽ എത്തിച്ചേർന്ന രാജ്യം ചോദിച്ചാൽ ഏതാ? നൈജീരിയ ആണ്. ബ്രിക്സിൽ അംഗമാകാൻ പോകുന്ന രാജ്യമാണ് ഇത് നൈജീരിയ. അവസാനമായിട്ട് ബ്രിക്സ് പങ്കാളി രാഷ്ട്രമായിട്ട് കൂട്ടായ്മയിൽ എത്തിച്ചേർന്നതാരാ? നൈജീരിയ ആണ്. ഇനി വിജയ് ഹസാരെ ദേശീയ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ 5ാം തവണയും ചാമ്പ്യന്മാരായത് ആരാ? കർണാടകയാണ്. വിജയ് ഹസാരെ ദേശീയ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ 5ാം തവണയും ചാമ്പ്യന്മാരായത് ആരാ? കർണാടകയാണ്. ഇനി സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പാക്കുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പദ്ധതി പ്രോഗ്രാമിന്റെ പേരാണ് ഉല്ലാസ് എന്ന് പറയുന്നത്. സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പാക്കുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പദ്ധതി പ്രോഗ്രാം ചോദിച്ചാൽ ഏതാ? ഉല്ലാസ് ആണ്. ഇനി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ 100ാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് നാവിക് 02. ഏതാ? നാവിക് 02 ആണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിക്കുന്ന 100ാമത്തെ റോക്കറ്റ് വിക്ഷേപണം ചോദിച്ചാൽ ഏതാ? നാവിക് 02 ആണ്. ഇനി മാരിടൈം അമൃത് കാൽ വിഷൻ 2047 ഉൾപ്പെടുത്തി കപ്പൽശാല നിർമ്മിക്കാൻ കേന്ദ്ര അനുമതി നൽകിയ കേരളത്തിലെ പ്രദേശമാണ് പൂവാറ്. പൂവാറ് എവിടെയാ? തിരുവനന്തപുരത്താട്ടോ. മാരിടൈം അമൃത് കാൽ വിഷൻ 2047 ഉൾപ്പെടുത്തിക്കൊണ്ട് കപ്പൽശാല നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം അനുമതി നൽകിയ കേരളത്തിലെ പ്രദേശം ചോദിച്ചാൽ ഏതാ? പൂവാറാണ്. പൂവാർ എവിടെയാ? തിരുവനന്തപുരത്താണ്. ഇനി CRPFന്റെ ചീഫായിട്ട് നിയമിതനായത് ആരാ? ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് കേട്ടോ. ആരാ? ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ്. CRPFന്റെ ചീഫായിട്ട് നിയമിതനായത് ആരാ? ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ്. ഇനി എസ് ഗുപ്തൻ നായർ പുരസ്കാരത്തിന് അർഹനായത് ആരാ? SK വസന്തൻ ആട്ടോ. ആരാ? SK വസന്തൻ ആണ്. എസ് ഗുപ്തൻ നായർ പുരസ്കാരത്തിന് അർഹനായത് ആരാ? SK വസന്തൻ ആണ്. ഇനി മാർച്ചിന് ശേഷം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന GSLV റോക്കറ്റിൽ ഇന്ത്യയുടെയും ബഹിരാകാശ ഏജൻസിയായ നാസയുടെയും സംയുക്ത ഉപഗ്രഹമാണ് നൈസർ എന്ന് പറയുന്നത്. ഏതാ? നൈസർ ആണ്. മാർച്ചിന് ശേഷം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന GSLV റോക്കറ്റിൽ ഇന്ത്യയുടെയും ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസയുടെയും, അതായത് ISROയുടെയും നാസയുടെയും സംയുക്ത ഉപഗ്രഹം ചോദിച്ചാൽ ഏതാ? നൈസർ. നാസയുടെയും ISROവിന്റെയും സംയുക്ത ഉപഗ്രഹമാണ് ഇത് നൈസർ. ഇനി കുടുംബശ്രീ ഫാം ലൈവ്ലിഹുഡ് പദ്ധതിയുടെ ഭാഗമായിട്ട് വേനൽ മധുരം പദ്ധതി തുടക്കമായ ജില്ലയാണ് കോഴിക്കോട് കേട്ടോ. കുടുംബശ്രീ ഫാം ലൈവ്ലിഹുഡ് പദ്ധതിയുടെ ഭാഗമായിട്ട് വേനൽ മധുരം പദ്ധതിയുടെ പേര് ഓർത്തു വെച്ചോ. വേനൽ മധുരം എന്ന പദ്ധതിക്ക് തുടക്കമായ സ്ഥലം ചോദിച്ചാൽ ഏതാ? കോഴിക്കോടാണ്. ഇനി ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഏറ്റുവാങ്ങിയ മലയാളി സ്കൈ ഡൈവർ ആണ് ജിതിൻ വിജയൻ ആട്ടോ. ആരാ? ജിതിൻ വിജയൻ ആണ്. ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഏറ്റുവാങ്ങിയ മലയാളി സ്കൈ ഡൈവറാണ് ആര്? സ്കൈ ഡൈവറാണ് ജിതിൻ വിജയൻ. ജിതിൻ വിജയമാണ്.
ഇനി ലോക സാമ്പത്തിക ഫോറം പ്രസിഡന്റ് ആൻഡ് സിഇഒ ആയിട്ട് നിയമിതനായത് ബോർഗെ ബ്രെൻഡെയാട്ടോ. ആരാ? ബോർഗെ ബ്രെൻഡെയാണ് ലോക സാമ്പത്തിക ഫോറം പ്രസിഡന്റ് ആൻഡ് സിഇഒ ആയിട്ട് ബോർഗെ ബ്രെൻഡെ നിയമിതനായി. 2025 ജനുവരി 21 മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുന്ന കേരളത്തിന്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം എന്ന് പറയുന്നത്. 2025 ജനുവരി 21 മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ച കേരളത്തിന്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പേര് ഓർത്തുവെക്കാം. ഏതാ? കവചമാണ്. ഇനി പ്രതിരോധത്തിലും നിയമനിർവഹണത്തിലും യുവാക്കളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പാർത്തി യോജന പദ്ധതി ഓർത്തുവെച്ചോ. പാർത്തി യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാ? മധ്യപ്രദേശ്. പാർത്തി യോജന പദ്ധതി ആരംഭിച്ചത് എവിടെയാ? മധ്യപ്രദേശിലാണ്. എന്തിനു വേണ്ടിയിട്ട്? പ്രതിരോധത്തിനും നിയമനിർവഹണത്തിലും യുവാക്കളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ പേരാണ് പാർത്തി യോജന. ആരംഭിച്ച സംസ്ഥാനം ഏതാ? മധ്യപ്രദേശ്. ഇനി കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുള്ള പരിപാടിയാണ് സുഗതോത്സവമാണ്. സുഗതോത്സവം. കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുള്ള പരിപാടിയാണ് ഇത്, സുഗതോത്സവം. ഇനി കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളക്ക് വേദിയാകുന്ന സ്ഥലം എവിടെയാ? ചെങ്ങന്നൂരാട്ടോ. എവിടെയാ? ചെങ്ങന്നൂർ. കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളക്ക് വേദിയാകുന്ന സ്ഥലം ചോദിച്ചാൽ ഇതാ ചെങ്ങന്നൂരാണ്. ഇനി പ്രഥമ കൊക്കോ വേൾഡ് കപ്പ് പുരുഷ വനിതാ വിഭാഗം ജേതാക്കളായത് ഇന്ത്യയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഓർത്തു നോക്കുക, പ്രഥമ കൊക്കോ ലോകകപ്പ് വേൾഡ് കപ്പ് നടന്നത് ഇന്ത്യയിലാണ്, ഇന്ത്യയിലെ ഡൽഹിയിലാണ്. അതിൽ ഉൾപ്പെട്ട ഒരു മലയാളി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? നിഖിൽ അല്ലെ? നിഖിലായിരുന്നു. ഇതിൽ ചാമ്പ്യന്മാരായത്, പ്രഥമ കൊക്കോ വേൾഡ് കപ്പിൽ ചാമ്പ്യന്മാരായത് ഇന്ത്യയാണ്. അത് പുരുഷ വിഭാഗമാണെങ്കിലും വനിതാ വിഭാഗമാണെങ്കിലും ചാമ്പ്യന്മാരായത് ആരാ? ഇന്ത്യ തന്നെയാണ്. ഇനി 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം കേട്ടോ. കോവിഡ് ബാധിച്ചിട്ട് 2024 ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് എവിടെയാ? നമ്മുടെ കേരളത്തിലാണ്. ഇനി ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്ന തലസ്ഥാന നഗരമാണ് UAEയിലെ അബുദാബി. ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ പോകുന്ന തലസ്ഥാന നഗരം ചോദിച്ചാൽ ഏതാ? അബുദാബിയാണ്. ഇനി ടിക്ടോക്കിന് ബദലായിക്കൊണ്ട് ഇൻസ്റ്റഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ് എഡിറ്റ്സ് എന്ന് പറയുന്നത്. ഏതാ? എഡിറ്റ്സ് ആണ്. ടിക്ടോക്കിന് ബദലായിക്കൊണ്ട് ഇൻസ്റ്റഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ് ഇത് എഡിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി കഥകളി രംഗത്തെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്തുകൊണ്ട് രാജഹംസ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായതാര? കലാമണ്ഡലം ഗോപിയാണ്. നിങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് രാജഹംസം ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായതാര? കലാമണ്ഡലം ഗോപിയാണ്. ഇനി ബിസിനസ് നിക്ഷേപത്തിന്റെ ആഗോള ഭൂപടത്തില് ഒഡീഷയെ പ്രദർശിപ്പിക്കുന്ന മെയ്ക്ക് ഇൻ ഒഡീഷ കോൺക്ലേവ് 2025 പ്രോഗ്രാം എന്താ? ഉത്കർഷ് ഒഡീഷ. എന്താ? ഉത്കർഷ് ഒഡീഷയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാ? ബിസിനസ് നിക്ഷേപത്തിന്റെ ആഗോള ഭൂപടത്തിൽ ഒഡീഷയെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒഡീഷ കോൺക്ലേവ് 2025 എന്ന പേരിൽ ഒരു പ്രോഗ്രാം നടത്തി. അതിന്റെ പേരാണെന്ത്? ഉത്കർഷ് ഒഡീഷ. എന്താ? ഉത്കർഷ് ഒഡീഷ എന്നാണ്. ഇനി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 8ാമത് പതിപ്പിന് വേദിയാകുന്നത് എവിടെയാ? കോഴിക്കോടിലെ. കഴിഞ്ഞു അല്ലെ? പിന്നെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 8ാമത് പതിപ്പിന് വേദിയായത് എവിടെയാ? കോഴിക്കോടാണ്. ഇനി 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന പേസ് ബോളർ ചോദിച്ചാൽ അർഷദീപ് സിംഗ് കേട്ടോ. ആരാ? അർഷദീപ് സിംഗ്. 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന പേസ് ബോളറാണ് ആര്? അർഷദീപ് സിംഗ്. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഇരവിമംഗലത്താണ് കേട്ടോ. എവിടെയാ? ഇരവിമംഗലം. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഇരവിമംഗലത്താണ്. ഇനി ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഏത് പ്രവൃത്തിയും വാക്കും അതുപോലെ ലൈംഗിക പീഡനമായിട്ട് കണക്കാക്കുമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി ചോദിച്ചാൽ ഏതാ? മദ്രാസ് ഹൈക്കോടതിയാണ്. ജോലി സ്ഥലത്ത് വെച്ചിട്ട് സ്ത്രീകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഏത് പ്രവൃത്തിയും വാക്കായാലും അതൊക്കെ എന്താണ്? ലൈംഗിക പീഡനമായിട്ട് കണക്കാക്കും എന്ന് വിധി പ്രഖ്യാപിച്ച കോടതിയാണ് ഇത് മദ്രാസ് ഹൈക്കോടതി. ഇനി ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായത് ആരാ? ഡി ഗുഗേഷ്. ലോക ചാമ്പ്യൻ കൂടിയായിട്ടുള്ള ഡി ഗുഗേഷ് ആണ്. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമതാണ് ആര്? ഡി ഗുഗേഷ് കേട്ടോ. ഇനി ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇടം നേടിയ ഡൽഹിയിൽ വെച്ച് നിർമ്മിച്ച അമേരിക്കൻ ഹിന്ദി ഹ്രസ്വചിത്രമാണ് അനുജ എന്ന് പറയുന്നത്. അമേരിക്കൻ ഹിന്ദി ഹ്രസ്വചിത്രമാണ് ഇത് അനുജ. ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇടം നേടിയ ഡൽഹിയിൽ വെച്ച് നിർമ്മിച്ച അമേരിക്കൻ ഹിന്ദി ഹ്രസ്വചിത്രമാണ് ഇത് അനുജ. ഇനി ദേശീയ ടെൻസിംഗ് നോർഗെ പുരസ്കാരം നേടിയതാര? ജിതിൻ വിജയൻ. അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിതിൻ വിജയനാണ്.
വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യത്തെ വനിതാ ട്രൈബൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ട് നിയമിതനായതാരാ? റിത്തിക ടർക്കി ആട്ടോ. റിത്തിക ടർക്കിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യത്തെ വനിതാ ട്രൈബൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. ആരാ? റിത്തിക ടർക്കി അല്ലെ, ടർക്കിയാണ്. 2025 റിപ്പബ്ലിക് ഡേ പരേഡിന് പങ്കെടുക്കുന്ന കേരളത്തിലെ ആദിവാസി രാജാവാണ് രാമൻ രാജമണ്ണാൻ. 2025 റിപ്പബ്ലിക് ഡേ പരേഡിന് പങ്കെടുക്കുന്ന കേരളത്തിലെ ആദിവാസി രാജാവ് ചോദിച്ചാൽ ആരാ? രാമൻ രാജമണ്ണാനാണ്. ഇനി 38ാമത് നാഷണൽ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിന്റെ പതാക വഹിക്കുന്നത് PSG-നെയാട്ടോ. ആരാ? PSG-നെയാണ് 38ാമത് നാഷണൽ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിന്റെ പതാക വഹിക്കുന്നത് ആരാ? PSG-നെയാണ്. ഇനി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത കരസേനയുടെ ഓട്ടോമാറ്റഡ് സംവിധാനം ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റം ഏതാ? സഞ്ജയ് ആട്ടോ. ഏതാ? സഞ്ജയ് ആണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത കരസേനയുടെ ഓട്ടോമാറ്റഡ് സംവിധാനമാണ് ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റം. അതിന്റെ പേരെന്താ? സഞ്ജയ് എന്നുള്ള കാര്യം ഓർത്തു നോക്കുക. ഇനി ഇസ്രയേലിലെ ഇന്ത്യയുടെ അംബാസഡർ ആയിട്ട് നിയമിതനായതാരാന്ന് വെച്ചാൽ ജിതേന്ദ്രപാൽ സിംഗ് കേട്ടോ. ജിതേന്ദ്രപാൽ സിംഗ് ഇസ്രയേലിലെ ഇന്ത്യയുടെ അംബാസഡർ ആയിട്ട് നിയമിതനായതാരാ? ജിതേന്ദ്രപാൽ സിംഗ് ആണ്. ഇനി ഉച്ചഭാഷിണി ഉപയോഗം മതവിശ്വാസത്തിന്റെ അനിവാര്യ ഘടകമല്ലെന്ന് പ്രസ്താവിച്ച കോടതി ഏതാ? ബോംബെ ഹൈക്കോടതി കേട്ടോ. ഉച്ചഭാഷിണി ഉപയോഗം മതവിശ്വാസത്തിന്റെ അനിവാര്യ ഘടകമല്ല എന്ന് പ്രസ്താവിച്ച കോടതിയാണ് ഇത്? ബോംബെ ഹൈക്കോടതി. ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം വനിതാ വിഭാഗം സിംഗിൾസിൽ വിജയിയായതാരാ? മാഡിസൺ കീസ്. ആരാ? മാഡിസൺ കീസ്. പുതിയൊരാളാ അല്ലെ? ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീട വനിതാ വിഭാഗം സിംഗിൾസ് വിജയിയാരാ? മാഡിസൺ കീസ് ആണ്. ഇനി ICC 2020 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയത് അർഷദീപ് സിംഗ് കേട്ടോ. ആരാ? അർഷദീപ് സിംഗ് ആണ്. വേറൊരു ഫാക്ട് നമ്മൾ അർഷദീപിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. എന്തായിരുന്നു? 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന പേസ് ബോളർ കൂടിയായിരുന്നു ആര്? അർഷദീപ് സിംഗ്. ഇവിടെ എന്താ പറഞ്ഞത്? ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിലിന്റെ 2020 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയതാരാ? അർഷദീപ് സിംഗ് ആണ്. ഇനി ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന പുസ്തകം എഴുതിയതാരാ? പങ്കജ് മിശ്രയാട്ടോ. ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന പുസ്തകം എഴുതിയതാരാ? പങ്കജ് മിശ്രയാണ്. 2025 ജനുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനാണ് ഡോക്ടർ KM ചെറിയാൻ. ഡോക്ടർ KM ചെറിയാൻ 2025 ജനുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനാണ് ഡോക്ടർ KM ചെറിയാൻ. ഇനി കേന്ദ്ര ജീവനക്കാർക്കുള്ള പുതിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം കേട്ടോ. ഇതാ യൂണിഫൈഡ് പെൻഷൻ സ്കീമാണ് കേന്ദ്ര ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള, കേന്ദ്ര സർക്കാർ ജോലിയിൽ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുടെ പേര് ഓർത്തു നോക്കുക. യൂണിഫൈഡ് പെൻഷൻ സ്കീമാണ്. ഇനി 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസ് സിംഗിൾസ് കിരീടം നേടിയതാരാ? യാനിക് സിന്നർ. എവിടെയാ? ഇറ്റലിക്കാരനാണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസ് സിംഗിൾസ് ചാമ്പ്യൻ ആരാ? യാനിക് സിന്നർ ആണ്. ഇനി സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ രോഗികൾക്ക് ക്യൂവിൽ നിൽക്കാതെ തന്നെ OP ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനുള്ള മൊബൈൽ ആപ്പാണ് e-ഹെൽത്ത് കേരള. ഏതാ? e-ഹെൽത്ത് കേരള. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ രോഗികൾക്ക് എന്ത് ചെയ്യാം? ക്യൂ നിൽക്കാതെ തന്നെ OP ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനുള്ള മൊബൈൽ ആപ്പ് ചോദിച്ചാൽ ഏതാ? e-ഹെൽത്ത് കേരളയാണ്. ഇനി പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായിട്ട് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഗ്രീൻ ദി ഗ്യാപ്പ് എന്ന് പറയുന്നത്. പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായിട്ട് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഗ്രീൻ ദി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി നഗരത്തിലെത്തുന്ന ഏതൊരാൾക്കും ഒരു നേരത്തെ ആഹാരം സൗജന്യമായിട്ട് നൽകുന്ന തൃശൂർ കോർപ്പറേഷന്റെ പദ്ധതിയുടെ പേരാണ് മന്ന എന്ന് പറയുന്നത്. മന്നയാണ്. നഗരത്തിലെത്തുന്ന ഏതൊരാൾക്കും ഒരു നേരത്തെ ആഹാരം സൗജന്യമായിട്ട് നൽകുന്ന തൃശൂർ കോർപ്പറേഷന്റെ പദ്ധതിയുടെ പേരെന്താ? മന്ന എന്നുള്ളതാണ്. ഇനി തപോമയ്യുടെ അച്ഛൻ എന്ന കൃതി രചിച്ചതാരാ? സന്തോഷ് കുമാർ കേട്ടോ. തപോമയ്യുടെ അച്ഛൻ എന്ന കൃതി രചിച്ചതാരാ? സന്തോഷ് കുമാർ ആണ്. ഇനി ചാറ്റ് GPTക്ക് വെല്ലുവിളി ഉയർത്തുന്ന ചൈനീസ് കമ്പനിയാണ് ഡീപ് സീക്ക് എന്ന് പറഞ്ഞു കേട്ടോ. ഡീപ് സീക്ക് നമ്മുടെ ചാറ്റ് GPTക്ക് ബദലായിക്കൊണ്ട് അവരെക്കാൾ എത്രയോ എമൗണ്ട് കുറച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ വാദിക്കുന്ന കമ്പനിയാണ് ഡീപ് സീക്ക് എന്ന് പറയുന്നത്. ചൈനീസ് കമ്പനിയാണ്. അപ്പോൾ ചാറ്റ് GPTക്ക് വെല്ലുവിളി ഉയർത്തുന്ന ചൈനീസ് കമ്പനി ചോദിച്ചാൽ ഏതാ? ഡീപ് സീക്ക് ആണ്. ഇന്ത്യയുമായിട്ട് 2020 മുതൽ നിർത്തിവെച്ച നേരിട്ടുള്ള വിമാന സർവീസും മാനസരോവർ യാത്രയും പുനരാരംഭിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതെന്ന് ചോദിക്കാം. ഏതാ? ചൈനയാണ്. ഇന്ത്യയുമായിട്ട് 2020 മുതൽ നിർത്തിവെച്ച നേരിട്ടുള്ള വിമാന സർവീസും മാനസ സരോവർ യാത്രയും പുനരാരംഭിക്കാൻ തീരുമാനിച്ച രാജ്യം ചോദിച്ചാൽ ഏതാ? ചൈനയാണ്. ഇനി ICC കഴിഞ്ഞ വർഷത്തെ മികച്ച വനിതാ ക്രിക്കറ്റ് താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ
സ്മൃതി മന്ധാനയാണ് കേട്ടോ. ICC കഴിഞ്ഞ വർഷത്തെ മികച്ച വനിതാ ഏകദിന ക്രിക്കറ്റ് താരമായിട്ട് തെരഞ്ഞെടുത്തതായ സ്മൃതി മന്ധാനയാണ്. ഇനി ഭാരതത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാ? അമരാവതി കേട്ടോ. എവിടെയാ? അമരാവതിയിലാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാ? അമരാവതിയിലാണ്. ഇനി സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ഏതാ? നേർവഴിയാണ്. നേർവഴി. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി. ഇനി സൈന്യത്തിൽ ട്രാൻസ്ജെൻഡർ വിലക്കിനെ അനുകൂലിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിച്ച രാജ്യം ഏതെന്ന് ചോദിക്കാം. ഏതാ? അമേരിക്കയാണ് അല്ലെ. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. രാജ്യത്ത് എന്ത് മതി? 2 ജെൻഡർ മതി അല്ലെ. ആണും മതി, പെണ്ണും മതി. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഭാഗം വേണ്ട എന്ന് പറയുന്ന ഒരു പ്രസ്താവന ട്രംപ് ഇപ്പൊ അധികാരത്തിൽ വന്ന ശേഷം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം എന്താ പറഞ്ഞിരിക്കുന്നത്, സൈന്യത്തിലെ ട്രാൻസ്ജെൻഡർ എന്നതിനെ വിലക്കി അനുകൂലിക്കുന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച രാജ്യം ചോദിച്ചാൽ ഏതാ? അമേരിക്കയാണ്. ഇതിനെതിരെ എന്തുണ്ട്? പ്രൊട്ടസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. ഇനി പ്രാദേശിക തലത്തിൽ സഹകരണ സംഘങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികളുടെ വിജയ സാധ്യത പരിശോധിക്കാൻ വേണ്ടിയിട്ട് സഹകരണ വകുപ്പ് ഒരുക്കുന്ന പ്രത്യേക സംവിധാനമാണ് പ്രൊജക്ട് ക്രഷ് എന്ന് പറയുന്നത്. പ്രൊജക്ട് ക്രഷ് ആണ്. പ്രാദേശിക തലത്തിൽ സഹകരണ സംഘങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികളുടെ വിജയ സാധ്യത പരിശോധിക്കാൻ വേണ്ടിയിട്ട് സഹകരണ വകുപ്പ് ഒരുക്കുന്ന പ്രത്യേക സംവിധാനമാണ് ഇത് പ്രൊജക്ട് ക്രഷ് എന്ന് പറയുന്നത്. ഇനി ടി പത്മനാഭന്റെ ചെറുകഥാ സമാഹാരമാണ് കരുവന്നൂർ എന്ന് പറഞ്ഞിട്ടോ. ടി പത്മനാഭന്റെ ചെറുകഥാ സമാഹാരമാണ് ഇത് കരുവന്നൂർ. ഇനി 2025 ഫിഡെ ചെസ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിക്കാം. ഏതാ? ഇന്ത്യ കേട്ടോ. 2025 ഫിഡെ ചെസ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ ഏതാ? ഇന്ത്യയാണ്. ഇനി ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആദിവാസി ഫെസ്റ്റിവൽ ആണ് നഗോബ ജതാര. നടക്കുന്നത് എവിടെയാ? തെലങ്കാനയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ ആദിവാസി ഫെസ്റ്റിവൽ, ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആദിവാസി ഫെസ്റ്റിവൽ ആണ് നാഗോബ ജതാര. നാഗോബ ജതാര നടക്കുന്നത് എവിടെയാ? തെലങ്കാനയിലാണ്. 2024 34ാമത് വ്യാസ് സമ്മാൻ പുരസ്കാരം ലഭിച്ചതാർക്കാ? സൂര്യബാലയാട്ടോ. ആർക്കാ? സൂര്യബാല. 2024 34ാമത് വ്യാസ് സമ്മാൻ, 34ാമത് വ്യാസ് സൂര്യബാല. വ്യാസ് സമ്മാൻ ആർക്കാ ലഭിച്ചത്? സൂര്യബാലക്കാണ്. ഇനി ISROയുടെ 100ാം വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായിട്ട് പൂർത്തിയാക്കിയ ഡേറ്റ് ചിലപ്പോ ചോദിക്കാം. 2025 ജനുവരി 29നാണ്. 2025 ജനുവരി 29 ISROയുടെ 100ാം വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായിട്ട് പൂർത്തിയാക്കിയ ഡേറ്റ് ഏതാ? 2025 ജനുവരി 29നാണ്. ഇനി ISROയുടെ സെഞ്ചുറി ദൌത്യത്തിന് മിഷൻ ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ തോമസ് കുര്യൻ ആണ്. മലയാളിയാണ്. ഓർത്തുവെക്കണേ. ISROയുടെ സെഞ്ചുറി ദൌത്യത്തിന്റെ അല്ലെങ്കിൽ 100ാമത്തെ ദൌത്യത്തിന്റെ മിഷൻ ഡയറക്ടർ ആരാന്ന് ചോദിക്കാം. ആരാ? തോമസ് കുര്യൻ ആണ്. ഇദ്ദേഹം ഒരു മലയാളി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാനും സാധ്യത കൂടുതലാട്ടോ. ഇനി വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനം, അതായത് സർക്കാർ സേവനങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സാപ്പിലൂടെ ലഭ്യമാകുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? ആന്ധ്രാപ്രദേശ് കേട്ടോ. എവിടെയാ? ആന്ധ്രാപ്രദേശ് കേട്ടോ. സർക്കാർ സേവനങ്ങൾ വാട്സാപ്പിലൂടെ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനം ഏതാ? ആന്ധ്രാപ്രദേശ് ആണ്. ഇനി ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ നീന്തൽ ഇരട്ട വെങ്കല നേട്ടവുമായിട്ട് കേരളത്തിന്റെ മെഡൽ വേട്ട തുടങ്ങിയതാരാ? സാജൻ പ്രകാശ്. നമുക്കറിയാം സാജൻ പ്രകാശ് ഏത് ഐറ്റവുമായി ബന്ധപ്പെട്ട PSC ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ഏതാ? നീന്തൽ താരമാണ്, സ്വിമ്മിംഗ് താരമാണ് ആര്? സാജൻ പ്രകാശ് അല്ലെ. അപ്പോ ഉത്തരാഖണ്ഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയ ഗെയിംസിൽ നീന്തലിൽ ഇരട്ട വെങ്കല നേട്ടം നേടിയതാര? സാജൻ പ്രകാശ് ആണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയതാര? സുധാംശു ശുക്ലയാണ്. ആരാ? സുധാംശു ശുക്ലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുന്നതാര? സുധാംശു ശുക്ലയാണ്. ഇനി 2025 ജനുവരിയിൽ വിടവാങ്ങിയ സുപ്രസിദ്ധ ഡോക്യുമെന്ററി സംവിധായകനും പൊതുപ്രവർത്തകനുമായ വ്യക്തിയാണ് തപൻ കെ ബോസ്. ആരാ? തപൻ കെ ബോസ് ആണ്. തപൻ കെ ബോസ് ആണ് 2025 ജനുവരിയിൽ വിടവാങ്ങിയ സുപ്രസിദ്ധ ഡോക്യുമെന്ററി സംവിധായകനും പൊതുപ്രവർത്തകനുമായ വ്യക്തി ചോദിച്ചാൽ ആരാ? തപൻ കെ ബോസ് ആണ്. ഇനി 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ ആദ്യ സ്വർണം നേടിയതാര? സുഫ്ന ജാസ്മിൻ കേട്ടോ. ആരാ? സുഫ്ന ജാസ്മിൻ ആണ് 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ ആദ്യത്തെ സ്വർണം നേടിയതാര? സുഫ്ന ജാസ്മിൻ. ഐറ്റം ഓർത്തു വെക്കുക, ഭാരോദ്വഹനമാട്ടോ. ഏതാ? ഭാരോദ്വഹനമാണ്. ഇനി ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന നേട്ടമാരാ? സുനിത വില്യംസ് തന്നെയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനി അടുത്തിടെ
ചന്ദ്രന്റെ മണ്ണിൽ നിന്ന് സിലിക്കൺ കാർബൈഡ് വിജയകരമായിട്ട് വേർതിരിച്ചെടുത്ത സ്ഥാപനം ചോദിക്കാം. ഏതാ? IIT മദ്രാസ് കേട്ടോ. അടുത്തിടെ ചന്ദ്രന്റെ മണ്ണിൽ നിന്ന് സിലിക്കൺ കാർബൈഡ് വിജയകരമായിട്ട് വേർതിരിച്ചെടുത്ത സ്ഥാപനം ഏതാ? IIT മദ്രാസ് ആണ്. അപ്പൊ നമ്മൾ ഇത്രയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും കുറച്ചും കൂടി നമുക്ക് ഉണ്ടാവും നമ്മൾ ഈ ജനുവരി മാസത്തിൽ. നമുക്ക് എന്ത് ചെയ്യാം, അത് ബുള്ളറ്റിനും കൂടി നോക്കുന്ന സമയത്ത് നമുക്ക് ജനുവരി മാസം മൊത്തമായിട്ട് കവർ ചെയ്യും.